ഹലോ. വാഴ 1ഉം 2ഉം ആഘോഷമായിട്ട് കഴിഞ്ഞുപോയി. ഇപ്പോൾ വാഴ 3 വന്നപ്പോൾ എന്താ ബഹളമല്ലേ. കമൻറ്റ് ബോക്സുകൾ ഇങ്ങനെ അതുമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൻ്റെ ഓരോ പോസ്റ്റിൻ്റെ അടിയിലും വരുന്ന കമൻസുകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമാണ് തോന്നുന്നത്. ഇത്രയും മാറിയ ഒരു സാഹചര്യത്തിൽ പെൺകുട്ടികൾ ഇത്രയധികം നല്ല നിലയിൽ ജീവിക്കുകയും വളരെ കാര്യപ്രാപ്തിയോടുകൂടി അവരുടെ വളരെയധികം ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാരോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും ഇപ്പോഴും ഉണ്ടല്ലോ എന്നോർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ വിഷമമാണ് തോന്നിയത്. ഒരു 10-20 വർഷം പിറകോട്ട് പോയാലും അല്ലെങ്കിൽ ഇപ്പോഴായാലും ഇങ്ങനെ ഒരു ലൈനിൽ പോകുന്ന ആമ്പിള്ളേർ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഒരു 20 വർഷം മുമ്പാണെങ്കിൽ പോലും പെൺകുട്ടികൾ പുരോഗമനത്തിൻ്റെ പാതയിൽ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. കാരണം വെച്ചാൽ അവർ അത്രക്കധികം അനുഭവിച്ചവരാണ്. പുരുഷൻ്റെ ആധിപത്യം, അതിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിച്ചവരായതുകൊണ്ട് അവർക്കതിൽ നിന്ന് മുക്തി നേടണമെന്നും അവർക്ക് നല്ല രീതിയിൽ ജീവിക്കണമെന്നും വിചാരിച്ച് പെൺപിള്ളേർ കൂടുതൽ സ്വയം പര്യാപ്തത നേടണമെന്ന് വിചാരിച്ച് അവർ അതിനുവേണ്ടി കഷ്ടപ്പെടുകയും അതിനുവേണ്ടി ബുദ്ധിമുട്ടുകയും ചെയ്ത് അവർ നല്ല നിലയിലെത്തി എന്നുള്ളതാണ്. പക്ഷേ ആൺപിള്ളേർ ഇപ്പോഴും ഒരു വിഭാഗം ഇപ്പോഴും ജീവിതം ഉഴപ്പിയും അല്ലെങ്കിൽ ശരിക്കും പഠിക്കാതെയും തല്ലും ബഹളമായി കഞ്ചാവും അതും ഇതൊക്കെ ആയി എല്ലാവരും എന്നല്ല കുറേ പേര് ഇപ്പോഴും അങ്ങനെ ഒരു അവസ്ഥയിലുണ്ടെന്നുള്ളതാണ് വാസ്തവം. എനിക്ക് തോന്നുന്നു ഈ വാഴ 3 വരുമ്പോൾ അതെന്തായാലും ഒരു പോസിറ്റീവ് കാഴ്ചപ്പാടുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ പെൺകുട്ടികൾക്ക് അവരെപ്പോഴും ലൈഫ് എൻജോയ് ചെയ്യാനും എപ്പോഴും സമാധാനത്തോടു കൂടി ഇരിക്കാനാണ് നോക്കുന്നത് ലൈഫിൽ. ഇപ്പോൾ തന്നെ പണ്ടൊക്കെ എന്തായിരുന്നു, ഒരു ആൺതരി വേണം കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ, കുടുംബം രക്ഷപ്പെടണമെങ്കിൽ ഒരു ആൺതരി വേണം എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. ഇന്ന് ആൺകുട്ടികളെക്കാട്ടി നല്ല രീതിയിൽ അമ്മമാർ സ്നേഹിക്കുകയും അവരെ അത്രയും ഒരാൺകൊച്ചിനും മിക്ക ആൺകുട്ടികൾക്കും ഒരു പെൺകുട്ടി ഒരു അമ്മേനെ കരുതുന്ന പോലെ ഒരു കുടുംബത്തിനെ കരുതുന്ന പോലെ കരുതുന്നവരുണ്ട്, ഇല്ലെന്നല്ല. അതിൻ്റേതായ രീതിയിൽ ചെയ്യുന്ന എത്രയോ പെൺപിള്ളേരുണ്ട്. കുടുംബം നോക്കുകയും അവരെ കരുതുകയും. ഇന്ന് അങ്ങനെ ഒരു ആൺകുട്ടി വേണം, ഒരു ആൺതരി വേണം എന്നുള്ള ചിന്താഗതിയൊന്നുമില്ല. അതൊരു പെൺകുട്ടിയായാലും അവൾ ആ കുടുംബം നോക്കുകയും അവൾ അത്രയും ബോൾഡായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ നമ്മളുടെ മുമ്പിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. 20 വർഷം മുമ്പ് ഒരു സ്കൂൾ പ്രിൻസിപ്പൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ആൺപിള്ളേരെ കൊണ്ട് തലവേദനയാണ് സ്കൂളിൽ. എന്നിട്ട് അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെൺപിള്ളേരെല്ലാവരും പഠിച്ച് അവർ നല്ല നിലയിലെത്തും, അവരെല്ലാവരും നല്ല രീതിയിലും ആവും. ഈ ആൺപിള്ളേർ മുഴുവൻ ഇങ്ങനെ ഉഴപ്പി നടന്ന് അവരുടെ ജീവിതം കളയുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ വാസ്തവമാണത്. കുറേ പിള്ളേർ ഇങ്ങനെ ഒരു ലക്ഷ്യബോധമില്ല, ഒരു വീട്ടുകാരോടൊരു ബഹുമാനമില്ല, ഒരു ശരിയായ രീതി ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലും ചിലപ്പോൾ സംശയം തോന്നും. അതേപോലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഉഴപ്പി നടക്കുക, ഒരു ലക്ഷ്യബോധം ഇല്ലാതെ ഇങ്ങനെ ഉഴപ്പി നടക്കുക. ലക്ഷ്യബോധം ഉള്ളവർ ശരിക്കും നല്ല രീതിയിൽ എത്തുകയും ചെയ്യും, അവർ ലൈഫിൽ ഉയർന്നു വരികയും ചെയ്യും. ഇങ്ങനെ ഈ ലക്ഷ്യബോധവും ഇല്ല ഒന്നുമില്ല നടക്കുന്നവർക്കാണ് പെണ്ണ് കിട്ടാത്ത അവസ്ഥയുള്ളത്. കാരണം വെച്ചാൽ പെൺകുട്ടികളെല്ലാവരും നല്ല രീതിയിൽ പഠിച്ചവരും അവർ നല്ല രീതിയിൽ ചിന്തിക്കുന്നവരും നല്ല ജീവിതം നയിക്കുന്നവരായിരിക്കും. പക്ഷേ അവർക്ക് എങ്ങനെ ആയാലും ഒരു പാർട്ട്ണർ വേണമെന്ന് തോന്നുമ്പോൾ അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു പാർട്ട്ണറെ നേടണമെന്നല്ലേ അവർ വിചാരിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു പെൺകുട്ടി കുടുംബം നോക്കിയാലും പണ്ടൊക്കെ പറയും അവൾ കല്യാണം കഴിഞ്ഞ് പോയാൽ പിന്നെ കുടുംബത്തിലേക്ക് അവൾക്കൊരു ഉപകാരമില്ലെന്ന്. പക്ഷേ അങ്ങനെയല്ലാത്ത എത്രയോ ഉദാഹരണങ്ങളാണ് നമ്മൾ കാണുന്നത്. അവൾ കല്യാണം കഴിഞ്ഞിട്ടും അവളുടെ കുടുംബം നോക്കാനും കുടുംബത്തിനെ സഹായിക്കാനും സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കാനും മുന്നോട്ട് വരുന്ന പെൺപിള്ളേരും ഇവിടെ ധാരാളമുണ്ട്. കാരണം അതിനൊന്നും ഒരു പ്രശ്നമില്ലാത്ത ആൺപിള്ളേരുടെ കുടുംബക്കാരും ഉണ്ട്, അങ്ങനെ വിശാലമായി ചിന്തിക്കുന്ന, ഒപ്പം നിന്ന് പണിയെടുക്കുകയും ഒപ്പം സഹായിക്കാം. ഇതിനൊന്നും ഇങ്ങനെ കുടുംബക്കാരെ സഹായിച്ചാലും വലിയ ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്ന ആൺപിള്ളേരും ഇവിടെ ഉണ്ട്. ശരിക്കും എല്ലാ സ്വഭാവങ്ങളും വരുന്നത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഉള്ള ഒരു കാര്യമാണ്, നമ്മളെന്ന് വെച്ചാൽ ഒരു കുട്ടീനെ കല്യാണം കഴിച്ചു വിടുമ്പോൾ അതിന് ശരിക്കും അവൾക്കൊരു കോച്ചിങ് കൊടുത്തിട്ട് തന്നെ അവളെ കല്യാണം കഴിപ്പിക്കണമെന്നുള്ള ഒരു മനോഭാവം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാരൻ്റ് ആവുമ്പോൾ ശരിക്കും അതിനൊന്നും പറ്റി ചിന്തിക്കുന്നവരോ അല്ലെങ്കിൽ അത്രമാത്രം നമ്മൾ അറിവുള്ളവരല്ലല്ലോ ഇവിടെ ഒരമ്മയും അച്ഛനും ആവുന്നതൊക്കെ. അപ്പോൾ ശരിക്കും എങ്ങനെ നമുക്കിപ്പോൾ ഇങ്ങനെ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്, ഇപ്പോൾ ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കുന്നത്. പക്ഷേ ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ അത് ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ ആ കുട്ടീനെ എങ്ങനെ കരുതണം, അപ്പം തുടങ്ങി ആ കുട്ടിക്ക് ഒരു നല്ല എന്താ പറയുക, അതിനൊരു നല്ല പരിചരണം കൊടുക്കണമെന്നാണ് പറയണത്. മാനസികമായിട്ടുള്ള പരിചരണം അപ്പം തന്നെ തുടങ്ങണമെന്നാണ് പറയണത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബോധവൽക്കരണവും ആ രീതിയിൽ എങ്ങനെ ഒരു നല്ല പാരൻ്റ് ആയിരിക്കണം, കുടുംബത്തിൽ നല്ല രീതിയിൽ വന്നാലാണല്ലോ സ്ത്രീകളെ ബഹുമാനിക്കാനും അമ്മേനെ ബഹുമാനിക്കാനും പെങ്ങളെ നല്ല ഇത് കാണിക്കാനൊക്കെ പഠിക്കണമെങ്കിൽ അത് കുടുംബത്തിൽ നിന്ന് തന്നെ വരണം. ആ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും എങ്ങനെ ഒരു ഗർഭം
തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ ആ ഗർഭകാലത്ത് എങ്ങനെ നല്ല മാനസികാവസ്ഥയിലിരിക്കണം, ഈ ഗർഭാവസ്ഥയിലുള്ള കുട്ടീനെ എങ്ങനെ കരുതണം, പിന്നെ അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത് എങ്ങനെ, ഇങ്ങനെയൊക്കെ നല്ല ചിട്ടയായ ഒരു പിന്നെ ബോധവൽക്കരണമോ ട്രെയിനിങ്ങോ കോച്ചിങ്ങോ ഒക്കെ ഈ പാരൻ്റ് ആകാൻ ആൾക്കാർക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ ഇവിടെ നല്ല സിറ്റിസൺസ് അല്ലെങ്കിൽ നല്ല സമൂഹത്തിൽ നല്ല കുട്ടികൾ നമുക്കുണ്ടാവും. അതുപോലെ തന്നെ സ്കൂളുകളിലും റെമഡിയൽ കോച്ചിങ് എന്ന് പറയുന്നത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇപ്പോഴും. കാരണം ചിലപ്പോൾ ഡിസ്ലെക്സിക് ആയതും ADHD ആയ പിള്ളേരെയൊക്കെ അല്ലെങ്കിൽ വല്ല ബൈപ്പോളാർ പ്രശ്നങ്ങളുള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവരെ എങ്ങനെ നമ്മൾ എല്ലാവരും ഇങ്ങനെ കുരുത്തം കെട്ടതെന്നുള്ള ആ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ പഠിക്കാൻ കൊള്ളൂല എന്നുള്ള ആ ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ പെടുത്തുന്നത്. അപ്പം അങ്ങനെയുള്ള റെമഡിയൽ കോച്ചിങ് ഇങ്ങനെ ഓരോ കുട്ടീനെ മനസ്സിലാക്കി ആ കുട്ടിക്ക് വേണ്ട ശിക്ഷണം കൊടുത്ത് അതിനെ നല്ല രീതിയിൽ വരുത്തണം എന്നുള്ള ഒരു പിന്നെ ബോധവൽക്കരണം എല്ലാ ഈ പാരൻസ് ആയിട്ടുള്ളവർക്കും ടീച്ചേഴ്സിനും ഉണ്ടാവേണ്ടതും അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു കുട്ടീനെ അതിൻ്റെ ചെറുപ്പകാലം മുതൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രീതിയിലാണല്ലോ ആ കുട്ടി സമൂഹത്തിൽ പ്രതികരിക്കുന്നത്. ഇന്നിപ്പോൾ വാഴ 3 വരുമ്പോൾ സ്ത്രീകളുടെ മൂഡ് സ്വിങ്സിനെ പറ്റിയിട്ടും അവരുടെ പീരിയഡ്സിനെ പറ്റിയിട്ടും അറപ്പോടുകൂടി പറയുന്നതും പിന്നെ കുടുംബശ്രീയുടെ കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നത് സ്ത്രീകളോടൊരു ബഹുമാനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ. അപ്പം നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ശിക്ഷണത്തോടുകൂടി വളരുന്ന ആൺകുട്ടികൾ സ്ത്രീകളോട് ആ ഒരു ബഹുമാനവും ആ ഒരു സ്നേഹവും കാണിക്കുകയും ചെയ്യും. എന്തായാലും ഈ കോലാഹലങ്ങളൊക്കെ റൈറ്റർ ഡയറക്ടർ വിപിൻ ദാസിനെ സംബന്ധിച്ച് ഒരു വലിയ സിനിമയ്ക്ക് തന്നെ ഒരു വലിയ പ്രൊമോഷനായി. ഇപ്പോൾ ഈ മലയാള സിനിമയിൽ ഏറ്റവും അധികം കോടി ക്ലബിൽ 300 കോടി ക്ലബിലെത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടി അഭിനയിച്ച സിനിമയാണ് അത്. ആ സിനിമയുടെ വിജയം എന്ന് പറഞ്ഞാൽ അത് അതുപോലുള്ള ഒരു റൈറ്ററും ഡയറക്ടറും ചേർന്നാണ് ആ സിനിമ, അതേപോലെ സാങ്കേതിക വശങ്ങളെല്ലാം ചേർന്നാണ് ആ സിനിമ അത്രയും ഉയരത്തിലെത്തിയത്. അപ്പോൾ ഇനിയും ഇതും ഏത് രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ആ രീതിയിൽ ഇത് ഉയർന്നു വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഉയർന്നു വരും. അപ്പോൾ ഒരു 400 കോടി ക്ലബിലെത്തുന്ന ഒരു സിനിമയാവട്ടെ വാഴ 3 എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ ബൈ.